ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇത് നമ്മുടെ 5ാമത്തെ മാസമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡേറ്റ് പറയാനാണെങ്കിൽ ജാനുവരി 4 തീയതിയാണ് 2025. അപ്പം നിങ്ങൾക്കവിടെ ക്ലോക്കിലെ സമയം കാണുന്നുണ്ടാവും. ഇത് ഏകദേശം 3 മണിക്കത്തെ അടുപ്പിച്ചുള്ള സമയമാണ് രാവിലെ. അപ്പം എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് ഉറക്കം കുറവാണ്. കാരണങ്ങൾ കുറേയുണ്ട്. ഞാനിപ്പം എൻ്റെ ബ്രെയിൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ നോക്കാറുണ്ട്, പക്ഷെങ്കിൽ അത് നടക്കാറില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ തലയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇവിടെ ഒന്നെങ്കിൽ ഞാൻ എൻ്റെ ജേർണലൊക്കെ എഴുതും, അല്ലെങ്കിൽ പ്ലാനർ ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇപ്പം എൻ്റെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം റീസെൻ്റ്ലി എനിക്കൊരു സ്കാൻ വരുന്നുണ്ട്, അനോമലി സ്കാൻ. അതിനെന്തായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പം മാർച്ചിൽ ഏട്ടന് ട്രാൻസ്ഫർ ആവുമോ, ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നടക്കുക. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലായിരിക്കും, അപ്പം ഏട്ടൻ തന്നെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആലോചിക്കേണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പോലും അതങ്ങോട്ട് നിർത്താൻ ചിലപ്പം പറ്റാറില്ല. അപ്പം ഞാനങ്ങനെ ടെൻഷൻ അടിക്കാറില്ല. ആലോചിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഉറക്കം വരുമ്പം ഉറങ്ങും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലും പ്ലാനർ യൂസ് ചെയ്യുവോ, അല്ലെങ്കിൽ വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പ് കാലാവസ്ഥയാണിപ്പം. അതുകൊണ്ട് തന്നെ ചൂടുവെള്ളമാണ് ഇപ്പോൾ കുടിക്കുന്നത്. അപ്പം ഞാൻ ചൂടുവെള്ളം ആദ്യം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മൈൻഡ് സെറ്റൊക്കെ മാറ്റി ഞാൻ വിചാരിച്ചു ഒന്ന് ഉറങ്ങാൻ നോക്കാം. അതോ ഉറങ്ങുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പം ഉറക്കം വന്നില്ലെങ്കിൽ പിന്നെ നമുക്കെന്തെങ്കിലും എഴുതാനോ വായിക്കാനോ ഉള്ളതുമെല്ലാം നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കിടന്നു. ദൈവം സഹായിച്ചെന്തായാലും ഞാൻ നല്ല രീതിയിൽ കുറച്ച് നേരം ഉറങ്ങി. അപ്പം ഏകദേശം ഒരു 6 മണിയായപ്പം പിന്നെ ഞാൻ എഴുന്നേറ്റ് വീണ്ടും എൻ്റെ നോർമലി വെള്ളം കുടിക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങി. ഞാനിങ്ങനെ ഈ ഗ്ലാസ്സിലിപ്പം 2 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് രാവിലെ. അപ്പം അതങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് വെള്ളം രാവിലെ തന്നെ കുടിച്ച് തീർക്കും. പിന്നെയാണ് ഏട്ടൻ എഴുന്നേറ്റ് വരുന്നത്. ഏട്ടൻ ഏകദേശം ഒരു 7-8 മണിയാകുമ്പോഴാണ് ഇപ്പോൾ സാറ്റർഡേ സൺഡേ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. സാറ്റർഡേ എടുത്ത വ്ളോഗാണിത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ ഇവിടെ നോക്കുന്നുണ്ട് ഫോണിൽ. ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടൻ എഴുന്നേറ്റ് വന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിങ്ങളെ കാണിക്കാം ഇവിടുത്തെ ഫോഗ് എങ്ങനെയാണ് ഉള്ളതെന്ന്. വീട്ടിൻ്റെ പുറത്ത് മൊത്തം ഇങ്ങനെ ഫോഗാണ്. ശരിക്കും നല്ല ഫോഗിയാണ്. ശരിക്കും ഒരു മലപ്രദേശത്തെ കാലാവസ്ഥ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും നല്ല മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നമുക്ക് ഈവൻ പുറത്തേക്ക് ഇറങ്ങേണ്ട പോലും ആവശ്യമില്ല. നമുക്കിവിടെ കിടന്നു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കാണാം. കാരണം ഫ്രണ്ടിലേക്ക് മൊത്തം ചില്ലിൻ്റെ വിൻഡോസാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിവിടെ കാണാം. അപ്പം നിങ്ങൾക്കും ദാണ്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ. നന്നായിട്ട് ഫോഗായിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഹൽദിറാംസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ വീക്കെൻഡ്സിൽ ഏതെങ്കിലും ഒരു ദിവസം ഹൽദിറാംസിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. മസാല ദോശയും പിന്നെ ഇതെന്തായിരുന്നു മട്ടർ കുൽച്ചയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെയും റെഡി ആവുകയാണ്. നമ്മൾ മുവാന 2 എന്ന മൂവി കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുകയാണ് ഇവിടെ. ഞാൻ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അധികമൊന്നും ഞാനങ്ങനെ മേക്കപ്പൊന്നും ഇടാറില്ല. അപ്പം ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി കുളിച്ചു, അതൊക്കെ കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് റെഡി ആവുകയാണ്. ഈ സമയം കൊണ്ട് ഏട്ടൻ അവിടെ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. എന്നിട്ട് പിന്നെ ഏട്ടനും റെഡിയായി. ഞങ്ങൾ ആംബിയൻസ് മോളിലാണ് ഞങ്ങൾ മൂവി കാണാനായിട്ട് പോയത്. അപ്പം അവിടെ ആണെങ്കിൽ നല്ല തിരക്കുമായിരുന്നു. അപ്പം ഏട്ടനാണിപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. കാരണം എന്നോട് റെസ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുള്ള കാര്യമാണ്. എൻ്റെ പ്ലസൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട് ലോവർ സൈഡിലായിട്ടാണ്. അപ്പോൾ അത് മുകളിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ അവരധികം പണിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഒക്കെ എല്ലാവരും പറഞ്ഞു കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക, കാരണം ഇത് എത്ര റെസ്റ്റ് എടുക്കുന്നോ അത്രയും നല്ലതാണ് ബോഡിക്ക്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തിട്ട് വേറെ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ഇപ്പം നമ്മൾ ആരെയും വെച്ചിട്ടും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരും വരുമോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ രണ്ടുപേരും മാത്രമാണ്. അതുകൊണ്ട് ഏട്ടനാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ആകെപ്പാടെ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഒന്ന് ആക്റ്റീവായിട്ട് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും റെഡിയായി. ഏട്ടൻ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്, പാത്രങ്ങളൊക്കെ കഴുകിയിട്ട്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ആംബിയൻസ് മോളിലേക്കാണ്. മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ടും. നല്ല മൂവിയാണ്, ഭയങ്കര ഷോർട്ട് മൂവിയാണ്. 1-1.5 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അധികം സമയമൊന്നും ഇല്ല. സോ ഇതാണ് നമ്മൾ പോണ സീൻസ്. അപ്പം ആംബിയൻസ് മോൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ മോളാണ് കേട്ടോ, ഭയങ്കര വലിയ മോളാണ്. അത് കാരണം തന്നെ നമുക്ക് അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറേ സമയം എടുത്തു ഏട്ടന്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് ഇഞ്ചോടിഞ്ചാണ് നമ്മൾ എത്തിയത് സമയത്തിന്. ജസ്റ്റ് നമ്മളങ്ങോട്ട് കയറുകയും മൂവി തുടങ്ങുകയും കൂടെയായിരുന്നു. 3 മണിക്കത്തെ മൂവിയായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ അത് സ്റ്റാർട്ടും ചെയ്തു. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് പെട്ടെന്ന് ഇരുന്ന് പിന്നെ നമ്മൾ മൂവിയൊക്കെ കണ്ടു. മൂവി അല്ലെങ്കിലും എനിക്ക് ഡിസ്നിയുടെ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വാവ ആയതിന് ശേഷം നമ്മുടെ ഇത് ഫസ്റ്റ് മൂവിയാണ് വാവയുടെ കൂടെ. അപ്പം ഇതെനിക്കൊരു സ്പെഷ്യൽ മെമ്മറിയും കൂടിയാണ്. ഈ വ്ളോഗ് എനിക്ക് ഭയങ്കരമായിട്ടും ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ ആയിട്ട് ഉള്ളൊരു വ്ളോഗാണിത്. അപ്പം ഇതൊരു ഫസ്റ്റാണ് നമ്മുടെ കുഞ്ഞുവാവയുടെ കൂടെ. അപ്പം അതൊരു സ്പെഷ്യൽ കാര്യമല്ലേ, നമ്മൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാമെന്ന് പറയുന്നത്. സോ അതിനാണ് നമ്മൾ ഇന്ന് മോന കാണാൻ പോയത്. അപ്പോൾ നമ്മൾ മൂവിയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കുറേ നേരം അവിടെ നിന്ന് അവിടെയുള്ള പ്ലേ ഏരിയാസൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം എനിക്ക് ട്യൂഷൻ എടുക്കാനുണ്ടായിരുന്നു എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന്. അപ്പം ഞാൻ അവൾക്ക് 1 മണിക്കൂറോളം ട്യൂഷൻ എടുത്തു. അങ്ങനെ നമ്മൾ ദിവസം വൈൻഡപ്പ് ചെയ്തു. ട്യൂഷൻ എടുത്തതിന് ശേഷം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ വേറൊന്നും വ്ളോഗ് ചെയ്യാൻ ഞാൻ നിന്നില്ല. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ചെറിയൊരു കുട്ടി വ്ളോഗാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഇത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ 3D മൂവിയായിരുന്നു കണ്ടത്. അതുകൊണ്ടാണ് ഈ ഗ്ലാസ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആവുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു ഓൾ, ലവ് യു ഗൈസ്. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, സീ യു.